ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ 37ാമത്തെ പഠന ക്ലാസ്സാണ്. ഇന്ന് 424ാമത്തെ നാമം മുതൽ 435ാമത്തെ നാമം വരെ നമുക്ക് നോക്കാം. നാമം 424 തത്വാസന. ഓം തത്വാസനായൈ നമഃ. തത്വം അധികം ആസന. തത്വാസന തത്വത്തെ ഇരിപ്പിടമാക്കിയവൾ അഥവാ തത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. തത്വമസി എന്ന പദത്തിന് അത് നീയാകുന്നു എന്നാണ് അർത്ഥം. തത്ത് എന്നാൽ അത്, ത്വം എന്നാൽ നീ. പ്രപഞ്ചത്തിൽ പല രൂപത്തിൽ കാണപ്പെടുന്നതെല്ലാം അപരിച്ഛിന്നവും നിർഗുണവുമായ ബ്രഹ്മത്തിൻ്റെ പ്രതിഭാസങ്ങളാണ്. പ്രയോഗിക്കുന്ന സന്ദർഭവും വിഷയവും അനുസരിച്ച് ഈ പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഓരോ വസ്തുവിനെയും ആ വസ്തു തന്നെയാക്കി നിലനിർത്തുന്നതാണ് തത്വം. ഭൂമി മുതൽ ശിവൻ വരെയുള്ള 36 തത്വങ്ങളാണ് ദേവിയുടെ ഇരിപ്പിടം. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ, പഞ്ചഭൂതങ്ങൾ 5, പഞ്ചപ്രാണന്മാർ 5, പഞ്ചവായുക്കൾ അതും 5, കൂടാതെ ഷഡാധാരങ്ങൾ 6 എന്നിവ ചേർന്ന 36 തത്വങ്ങൾ ചേർന്ന ഇരിപ്പിടമാണ് ദേവിയുടേത്. ഇതിനെ യോഗപീഠം എന്ന് പറയുന്നു. ആസനം എന്നാൽ ഇരിപ്പിടം അഥവാ യോഗപീഠം. തത്വങ്ങളെ മോചിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. ദേവി ഭാഗവതത്തിൽ ഭഗവാൻ ഹയഗ്രീവൻ ഇപ്രകാരം സ്തുതിക്കുന്നു. പ്രഥമ സ്കന്ധം അധ്യായം 5 94 95 ശ്ലോകങ്ങൾ. ധരാംബു തേജ പവനഖ പഞ്ചാനാം ച കാരണം ത്വം ഗന്ധരസരൂപാണാം കാരണം സ്പർശശബ്ദയോഃ. ഘ്രാണം ച രസന ചക്ഷുസ്ത്വക് ശ്രോതം ഇന്ദ്രിയാണി ച കർമ്മേന്ദ്രിയാണി ചാന്യാനി ത്വത്ത് സർവം മഹേശ്വരി. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെയും ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം എന്നീ പഞ്ചതന്മാത്രകളുടെയും ഉത്പത്തിക്ക് കാരണം അവിടുന്നാകുന്നു. മൂക്ക്, നാക്ക്, കണ്ണ്, ത്വക്ക്, കാത് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും കാല്, കയ്യ്, ജിഹ്വ, ഉപസ്ഥം, ഗുദം തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും അവിടുന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. മേൽ പറഞ്ഞവ ഉൾപ്പെടെയുള്ള 36 തത്വങ്ങൾ ചേർന്ന യോഗപീഠമാണ് ദേവിയുടെ ആസനം, അതായത് ഇരിപ്പിടം. ഇവ കൂടാതെ കർമ്മേന്ദ്രിയ വിഷയങ്ങളായ വചനം, ധാമം, ഗമനം, വിസർഗം, ആനന്ദം എന്നിവയും പഞ്ചകോശങ്ങൾ, സപ്തധാതുക്കൾ, മണ്ഡലത്രയം, ത്രിദോഷങ്ങൾ, ഏഷണത്രയം, ഗുണത്രയം, അവസ്ഥാത്രയം, ത്രിമൂർത്തികൾ, താപത്രയങ്ങൾ, ദേഹത്രയങ്ങൾ ഇവ ചേർത്ത് 96 തത്വങ്ങളുണ്ടെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. തത്വങ്ങളുടെ വിശദീകരണവും സംഖ്യയും പല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ദേവി ഭാഗവതത്തിൽ 11ാം സ്കന്ധം 22ാം അധ്യായത്തിൽ തത്വങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. സർവതത്വാത്മകമായ യോഗപീഠം ഇരിപ്പിടമായിട്ടുള്ളവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇനി തത്വമയി എന്ന നാമം. 3 വ്യത്യസ്ത നാമങ്ങൾ ചേർന്നതാണ് തത്ത്, ത്വം, അയി. തത്ത് അധിക ത്വം അധിക അയി. നാമം 425 തത്ത്. ഓം തസ്മൈ നമഃ എന്നാണ് മന്ത്രം.
മലയാളത്തിൽ തത്ത് എന്ന പദത്തിന് അത് എന്ന് നാം പറയുമെങ്കിലും ആ ഒരു ചെറിയ പദത്തിൽ അതിൻ്റെ അർത്ഥം ഒതുങ്ങുകയില്ല. തത്ത് എന്നത് ഒരു സർവനാമമാണ്. പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല. സാക്ഷാൽ ബ്രഹ്മത്തെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. വിഷ്ണു സഹസ്രനാമത്തിലെ 725 മുതൽ 732 വരെയുള്ള നാമങ്ങൾ ലളിത സഹസ്രനാമത്തിലെ തത്ത്, ത്വം, ഐ എന്നീ നാമങ്ങളുടെ അതേ അർത്ഥമാണ് എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ഏകോനൈക സവക കിം എത്തത് പദമനുത്തമം. ഭഗവാൻ ഏകനും, അതായത് സർവത്തിനും ആധാരമായ ബ്രഹ്മം സ്വരൂപമായവനും, എന്നാൽ അനേകനായി വർത്തിക്കുന്നവനും, പ്രപഞ്ചത്തിൻ്റെ മാധുര്യസാരമായി സ്ഥിതി ചെയ്യുന്നവനും, ക, കിം എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായ ബ്രഹ്മമായതും, യത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായ തത്ത് എന്ന പ്രയോഗവും ബ്രഹ്മത്തെ കുറിക്കുന്നു. ബ്രഹ്മപദം, സായുജ്യം ഇവ പദമനുത്തമം എന്ന നാമം സൂചിപ്പിക്കുന്നു. ഈ നാമങ്ങളെല്ലാം ദേവിയുടെ നാമങ്ങളിലും അർത്ഥമാകുന്നു. കാരണം ബ്രഹ്മം പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല. തത്ത് എന്നത് അത് എന്ന് അർത്ഥമുള്ള സർവനാമം. യത്ത് എന്നുള്ള സർവനാമമായ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തത്ത്. തത്ത് ബ്രഹ്മത്തെ കുറിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീത ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന 17-ാം അധ്യായത്തിൽ 23-ാം ശ്ലോകത്തിൽ ഇപ്രകാരമുണ്ട്: ഓം തത് സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ. ഇതിൻ്റെ അർത്ഥം ഓം തത് സത് എന്ന 3 ബ്രഹ്മവാചകങ്ങളാണ്, ബ്രഹ്മത്തിൻ്റെ പേരാണ്. ഓം ഇതി ബ്രഹ്മതത്വം അസി. ശ്രുതിവാക്യങ്ങളിൽ മഹർഷിമാർ ഈ പദങ്ങളെ ബ്രഹ്മവാചകങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. യാതൊന്നിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നുവോ ആ പരമ്പൊരുളിനെ തത്ത് എന്ന പദം സൂചിപ്പിക്കുന്നു. തത്ത് എന്ന പദം എപ്പോഴാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായത്തിൽ തന്നെ 25-ാം ശ്ലോകത്തിൽ പറയുന്നു. തത് ഇത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാ ദാനക്രിയാശ്ച വിവിധാഃ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ. മോക്ഷം ആഗ്രഹിക്കുന്നവരാൽ ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ തത്ത് എന്ന ബ്രഹ്മനാമത്തെ ഉച്ചരിച്ചുകൊണ്ട് പലവിധമായ യജ്ഞക്രിയകളും തപക്രിയകളും ദാനക്രിയകളും ചെയ്യപ്പെടുന്നു. മേൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മം എന്ന നാമത്തെ പരബ്രഹ്മസ്വരൂപിണിയായ ലളിതാ പരമേശ്വരിയായി നാം അർത്ഥം കണക്കാക്കണം. തത്ത് എന്ന ബ്രഹ്മത്തിൻ്റെ ഭിന്നഭാവങ്ങളാണ് തത്വങ്ങൾ. നാമം 426 ത്വം. ഓം തുഭ്യം നമഃ. നീ എന്നാണ് ത്വം എന്ന പദത്തിൻ്റെ അർത്ഥം. തത്വമസി എന്ന മഹാവാക്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ത്വം എന്ന പദം ബ്രഹ്മവാചമാണ്. അതുകൊണ്ട് ബ്രഹ്മരൂപിണിയായ ദേവിയെയും ആ പദം കൊണ്ട് പറയാം. തുഭ്യം നമഃ എന്നാണ് ജപിക്കേണ്ടത്. സ്തോത്രം തുടങ്ങിയവയിൽ ത്വം എന്ന പദം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് ആരെയോ ആ ദേവി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത്. ഓം തത് സത്, തത്വമസി എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങളിലെ തത്ത് എന്ന പദം സൂചിക്കപ്പെടുന്നത്, അതായത് ബ്രഹ്മസ്വരൂപിണി എന്ന് ലളിത സഹസ്രനാമം 363-ാം നാമത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. തത്, ത്വം എന്ന പദങ്ങൾക്ക് മഹാവാക്യത്തിൽ അഭേദത്വം കൽപ്പിച്ചിരിക്കയാൽ പരബ്രഹ്മത്തെ തന്നെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ഛാന്തോഗ്യോപനിഷത്തിൽ ഉദ്ദാലകൻ എന്നു പേരായ ആരുണി, അതായത് അരുണൻ്റെ പുത്രൻ,
തൻ്റെ മകനായ ശ്വേതകേതുവിനെ പഠിപ്പിക്കുന്നതാണ് ഈ നാമം. അരുണൻ്റെ പുത്രൻ തൻ്റെ മകനായ ശ്വേതകേതുവിനെ പഠിപ്പിക്കുന്നതാണ് ഈ നാമം. അതിന് വഴിതെളിച്ച ഒരു സംഭവം പറയാം. 12 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ശ്വേതകേതു പിതാവിനോട്, ഞാൻ ചതുർവേദങ്ങളും ധനുർവിദ്യയും അഭ്യസിച്ചു കഴിഞ്ഞു, പിതാവിന് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞു. മകനിൽ വിദ്യയെല്ലാം അഭ്യസിച്ചതിൻ്റെ ഗർവുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. ഏനാ അശ്രുതം ശ്രുതം ഭവത്യമതം മതം അവിജ്ഞാതം വിജ്ഞാതം. യാതൊന്നുകൊണ്ട് അശ്രുതമായിരിക്കുന്നത് ശ്രുതമായിരിക്കുന്നത്, അമതമായിരിക്കുന്നത് മതമായിത്തീരുന്നത്, അവിജ്ഞാതമായിരിക്കുന്നത് വിജ്ഞാതമായിത്തീരുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്വേതകേശുവിന് താൻ പഠിച്ചത് ഒന്നുമായിട്ടില്ല എന്ന് തിരിച്ചറിവുണ്ടായി. മകൻ അച്ഛനോട് അപേക്ഷിച്ചതനുസരിച്ച് മകൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പിതാവ് സന്തോഷവാനായി പറഞ്ഞു. അപ്രകാരം പറഞ്ഞതാണ് തത്വമസി എന്ന മഹാവാക്യം. 7 ഉദാഹരണങ്ങളിൽ കൂടിയാണ് മകന് പിതാവ് ഈ മഹാവാക്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. തത്ത് ത്വം അസി, ആ പരബ്രഹ്മം നീ തന്നെ ആകുന്നു. ഈ കാണുന്ന സർവഭൂതങ്ങളും നീ തന്നെ ആകുന്നു. നിന്നിൽ നിന്ന് വേറിട്ട് മറ്റൊന്നുമില്ല. തത്ത് എന്നത് നിർഗുണ നിരാകാര ബ്രഹ്മത്തെയും ത്വം എന്നത് സഗുണമായ സാകാര ബ്രഹ്മത്തെയും കുറിക്കുന്നു. ദേവി ഇവ രണ്ടുമായി വർത്തിക്കുന്നു. തത്വമയി എന്ന 907 നാമത്തിലും തത്വമർത്ഥസ്വരൂപിണി എന്ന 908 നാമത്തിലും തത്ത് ത്വം എന്നീ വാക്കുകളുടെ അർത്ഥമാകുന്ന സ്വരൂപത്തോടു കൂടിയവൾ എന്നും ദേവിയെ സ്തുതിക്കുന്നു. ഇനി നാമം 427 ഐ. ഓം തസ്യൈ നമഃ. തത്വമസി എന്ന മഹാവാക്യത്തിലെ അസി എന്ന പദത്തിന് തുല്യമായ പദമാണ് ഐ. ബഹുമാനവും ആദരവും സ്നേഹവും ചേർന്ന് സംബോധന ചെയ്യുന്ന അല്ലയോ എന്നാണ് ഐ എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലയോ ലോകമാതാവേ എന്നാണ് അർത്ഥം. തത്ത് ത്വം ഐ എന്നീ 3 നാമങ്ങൾ ചേർക്കുമ്പോൾ അല്ലയോ ദേവി നീ ബ്രഹ്മം തന്നെയാകുന്നു എന്ന ആശയം ലഭിക്കും. ഐ എന്നാൽ ഭാഗ്യവതി എന്നൊരു അർത്ഥവുമുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ 907 നാമം തത്വമയി എന്നാണ്. നാമം 428 പഞ്ചകോശാന്തരസ്ഥിത. ഓം പഞ്ചകോശാന്തരസ്ഥിതായൈ നമഃ. പഞ്ച അധികം കോശ അധികം അന്തരസ്ഥിത എന്ന പദം പിരിക്കാം. 5 കോശങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നിവയാണ് പഞ്ചകോശങ്ങൾ. പഞ്ചകോശങ്ങളുടെ മധ്യത്തിൽ ബ്രഹ്മജ്യോതിസായ ആനന്ദമയ കോശമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പുറത്ത് അന്നമയ കോശം, പിന്നീട് സൂക്ഷ്മതരം സൂക്ഷ്മതമം ആയി ഉള്ളിലേക്കായി പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ 5 കോശങ്ങളുടെയും ഉള്ളിൽ അജപ, നിഷ്കല, ശാംഭവി, പര, പരംജ്യോതി, ശ്രീവിദ്യ എന്നീ നാമങ്ങളിൽ ദേവി സ്ഥിതി ചെയ്യുന്നു. ശ്രീചക്ര പൂജയിൽ ഇവയ്ക്ക് വ്യത്യസ്ത ദേവതാരൂപത്തിൽ മന്ത്രവും പൂജയുമുണ്ട്. ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ ബിന്ദുരൂപിണിയായി ദേവി സ്ഥിതി ചെയ്യുന്നു.
ഈ പഞ്ചകോശ മന്ത്രദേവതകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും നാമത്തിന് അർത്ഥം. ശ്രീവിദ്യാച പരം ജ്യോതി പരാ നിഷ്കല ശാംഭവി അജപ മാതൃകാ ചേതി പഞ്ചകോശ പ്രകീർത്തിത എന്ന് ജ്ഞാനാർണവത്തിൽ പറയുന്നു. ഇവയിൽ അന്നമയ കോശം അന്നം കൊണ്ടുണ്ടാക്കുന്ന ദേവിയുടെ ശരീരമായി കൽപ്പിക്കുന്ന ശ്രീചക്രത്തിലും 5 കോശങ്ങളുണ്ട്. ഇവയിൽ അന്നമയ കോശം അന്നം കൊണ്ടുണ്ടാകുന്ന സ്ഥൂല ശരീരം, പ്രാണൻ തുടങ്ങി 5 വായുക്കളും, അതായത് പ്രാണൻ, അപാന, സമാന, ഉദന, വ്യാന എന്നിവയും 5 കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് ഉണ്ടാകുന്നതാണ് പ്രാണമയകോശം. മനോമയകോശമാകട്ടെ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നുണ്ടായതാണ്. ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും ചേർന്നുണ്ടായതാണ് വിജ്ഞാനമയകോശം. ഇവയിൽ ആനന്ദമയകോശം കാരണശരീരഭൂതമായ ശരീരമാണ്. ആനന്ദമയകോശം ബ്രഹ്മരൂപമാണെന്ന് വ്യാഖ്യാനം. അതിൻ്റെ ഉള്ളിൽ കാരണബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിത് ശക്തി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അന്നപ്രാണമന പ്രബോധപരമാനന്ദൈ ശിരപക്ഷയുക് പുച്ഛാത്മപ്രകടൈർ മഹോപനിഷദാം വാക്യൈ പ്രസിദ്ധീകൃതൈ കോശൈ പഞ്ചഭിരേഭിരേവ ഭവതീമേതത് പ്രലീനാമിതി ജ്യോതിപ്രജ്വലദുജ്വലാത്മചപലാം യോ വേദസ ബ്രഹ്മവിത്. ദേവി പരമ്പൊരുളായി ഈ 5 കോശങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് ക്രോധഭട്ടാരകൻ എന്നറിയപ്പെടുന്ന ദുർവാസാവ് മഹർഷി ശക്തിമഹിമ്ന സ്തോത്രത്തിൽ പറയുന്നു. നാമം 429 നിസ്സീമ മഹിമ. ഓം നിസ്സീമമഹിമ്നേ നമഃ എന്നാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ള മന്ത്രം. എങ്കിലും ശ്രീ ഭാസ്കര റായർ നിസ്സീമ മഹിമായൈ നമഃ എന്നും നാമാവലി സ്വീകരിച്ചിട്ടുണ്ട്. നിസ് അധികം സീമ അധികം മഹിമ എന്നാണ് പദം പിരിക്കുന്നത്. നിസ് എന്നാൽ ഇല്ലാത്ത, സീമ എന്നാൽ അതിരുകളില്ലാത്ത മഹിമ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഈ നാമം നകാരാന്തമോ ആകാരാന്തമോ ആകാം. നകാരാന്തമാകുമ്പോൾ നിസ്സീമ മഹിമ്നേ നമ എന്നും ആകാരാന്തമാകുമ്പോൾ നിസ്സീമ മഹിമായൈ നമ എന്നും ജപിക്കണം എന്നും വ്യാഖ്യാനം കാണുന്നു. ദേവിക്ക് ആദിയും അന്തവുമില്ല. എല്ലാ മഹിമകളുടെയും ഉത്പത്തി സ്ഥാനമാകയാൽ ദേവിയുടെ മഹിമയ്ക്ക് അതിരില്ല. അതിനാൽ നിസ്സീമ മഹിമ എന്ന നാമം. ഇനി നാമം 430 നിത്യയൗവന. ഓം നിത്യയൗവനായൈ നമഃ. നിത്യ അധികം യൗവന എന്നും യൗവനാവസ്ഥയിൽ കഴിയുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ജനനം, ബാല്യം, യൗവനം, വാർദ്ധക്യം, മൃതി എന്നീ അവസ്ഥകൾ സർവജീവികൾക്കും ബാധകമാണ്. ദേവി ആദ്യന്തരഹിതയായതിനാൽ കാലത്തിന് വിധേയമായ മാറ്റം ദേവിയെ ബാധിക്കുന്നില്ല. ദേവി ത്രികാലങ്ങളിലും പൂർണ്ണമായ യൗവനത്തോടു കൂടിയവളാണ്. നിത്യ താരുണ്യവതിയാണ്. 136 നാമത്തിൽ ദേവിയെ നിത്യ എന്നും, അതായത് ഒരിക്കലും നാശമില്ലാത്തവൾ എന്നും, 344 നാമത്തിൽ ദേവിയെ വൃദ്ധി വിനിർമുക്ത എന്നും, അതായത് നാശവും വളർച്ചയും ഇല്ലാത്തവൾ, 358 നാമത്തിൽ തരുണി എന്നും, അതായത് നിത്യയൗവനയുക്തയായവൾ, 470 നാമത്തിൽ വയോവസ്ഥ വിവർജിത, അതായത് പ്രായത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾക്ക്
അതീതയായവൾ എന്നും സ്തുതിക്കുന്നു. ഇനി ലളിത ത്രിശതി സ്തോത്രത്തിലെ 272 നാമം ലബ്ധ യൗവനശാലിനി എന്നാണ്. ഉൽപ്പത്തിയും നാശവുമില്ലാത്ത പരാശക്തിക്ക് കാലഗതിയിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബാല്യം, കൗമാരം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളില്ല. കുമാരിയായോ യുവതിയായോ വൃദ്ധയായോ ഉപാസകന് ഇഷ്ടപ്പെട്ട രീതിയിൽ സങ്കല്പിക്കാം. കാമേശ്വരനോടുകൂടി രാജരാജേശ്വരിയായി വിരാജിക്കുന്ന സങ്കല്പത്തിൽ ദേവി എന്നെന്നും യുവതീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. യൗവനം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും കാലമാണ്. ലോകമാതാവായ ലളിതാംബിക അവിരാമമായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കാമേശ്വരൻ്റെ സഹായത്തോടെ വ്യാപൃതയായിരിക്കുന്നതിനാൽ എന്നെന്നും യൗവനശാലിനിയായി തുടരുന്നു. ഇനി നാമം 431 മദശാലിനി. ഓം മദശാലിന്യൈ നമഃ. മദ അധികം ശാലിനി, മദത്തോടു കൂടിയവൾ, മദം കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. മദം എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മാനന്ദരസം ആസ്വദിക്കുന്നതിൽ മുഴുകിയിട്ട് ലഹരി പിടിച്ചിരിക്കുന്ന അവസ്ഥ, യൗവനവും പ്രിയനായ കാമേശ്വരൻ്റെ അനുരാഗം മൂലമുണ്ടാകുന്ന ദമ്പത്തോടടുക്കുന്ന ഭാവം, കാദംബരി പുഷ്പത്തിൻ്റെ മധു അതായത് തേൻ കുടിച്ചിരിക്കുന്ന അവസ്ഥ എന്നിവയാണത്. വിഷയബന്ധമില്ലാത്ത അവസ്ഥയെന്നും ബ്രഹ്മാനന്ദമാകുന്ന മദത്തോടു കൂടിയവൾ എന്നും വ്യാഖ്യാനമുണ്ട്. അതായത് ലൗകിക വസ്തുക്കളുടെ കളങ്കമേശാത്ത ആനന്ദം എന്നാണ് മദം എന്ന പദം സൂചിപ്പിക്കുന്നത്. മദം എന്നതിന് സന്തോഷമെന്നും ശാലിനി എന്നാൽ ഗൃഹനായിക എന്നും അർത്ഥമുണ്ട്. സന്തുഷ്ടിയുള്ള ഗൃഹനായിക കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനിയും കാമേശ്വരൻ്റെ ഉടലിൽ പാതി പങ്കിട്ടെടുത്തവളുമായ ജഗന്മാതാവിന് ഈ അർത്ഥം കൂടുതൽ യോജിക്കുന്നു. വിഷയാന്തര സമ്പർക്കശൂന്യാനന്ദൈക വിഷയകോ വൃത്തിവിശേഷോ മതസ്തേന ശാലതേ ശോഭതേ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ ഭാസ്കരരായർ ഈ നാമത്തെ വ്യാഖ്യാനിക്കുന്നു. അതനുസരിച്ച് മറ്റു വിഷയങ്ങളുടെ സംസർഗമില്ലാത്ത ആനന്ദമാണ് മദത്തിൻ്റെ ലക്ഷണം എന്ന് അർത്ഥം വരുന്നു. മദം എന്നാൽ കലർപ്പില്ലാത്ത ആനന്ദം, ശാലിനി എന്നാൽ ശോഭിക്കുന്നവൾ, അതായത് ദേവി സത്യാനന്ദ സ്വരൂപിണിയാണ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇനി നാമം 432 മദഘൂർണിത രക്താക്ഷി. ഓം മദഘൂർണിത രക്താക്ഷ്यै നമഃ. മദ അധികം ഘൂർണിത അധികം രക്ത അധികം അക്ഷി എന്ന് പദം പിരിക്കാം. മദം എന്നാൽ സന്തോഷം, ഘൂർണിതമെന്നാൽ വട്ടത്തിൽ ചുറ്റുന്ന, രക്താക്ഷി എന്നാൽ ചുവപ്പ് നിറം ചേർന്ന കണ്ണുകളോട് കൂടിയവൾ. അപ്പോൾ സന്തോഷാധിക്യത്താൽ വട്ടം ചുറ്റുന്ന രക്തനിറം ചേർന്ന കണ്ണുകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഘൂർണിതം എന്നതിന് ബഹിർവിഷയങ്ങളിൽ നിന്ന് വിമുഖമെന്നും അർത്ഥമുണ്ട്. ബാഹ്യവിഷയ വൈമുഖ്യം ഘൂർണനം എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. ദേവിയുടെ യൗവനവും കാമേശ്വരൻ്റെ അനുരാഗം മൂലമുണ്ടാകുന്ന വികാരവും ദേവിയെ സന്തോഷം കൊണ്ട് മദമുള്ളവളാക്കുന്നു. ആ സന്തോഷത്തിൽ ദേവിയുടെ കണ്ണുകൾ വിടർന്ന് കൃഷ്ണമണികൾ വട്ടം ചുറ്റി നോക്കുന്നു. ഇതൊരു സന്തോഷപ്രകടനമാണ്. കാമേശ്വരനെ അല്ലാതെ മറ്റൊന്നും കാണാൻ ദേവിക്ക് വൈമുഖ്യമുണ്ടെന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു. രക്താക്ഷി എന്നാൽ ഈഷത് പാടലം, അതായത് അല്പം ചുവപ്പ് നിറം ചേർന്ന കണ്ണുകളോട് കൂടിയവൾ. ഇത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി സാമുദ്രികാശാസ്ത്രം പറയുന്നു. അപ്പോൾ ദേവിയുടെ യൗവനം, സൗന്ദര്യം, ഗൃഹനായിക എന്ന സ്ഥാനം, പതിയായ കാമേശ്വരൻ്റെ അനുരാഗാതിശയം എന്നിവ കൊണ്ട് ദേവിക്കുണ്ടാകുന്ന സന്തോഷവും ദമ്പവുമാണ് ഈ നാമം അർത്ഥമാകുന്നത്. ഇനി നാമം 433 മദപാടല ഗണ്ഡഭൂഹു.
ഓം മദപാടല ഗണ്ഡഭുവേ നമഃ. മദ അധികം പാടല അധികം ഗണ്ഡഭൂ എന്ന് പദം പിരിക്കാം. മദം എന്നാൽ സന്തോഷം, പാടലം എന്നാൽ ചുവപ്പും വെളുപ്പും ചേർന്ന നിറം. ശ്വേതരക്തസ്തു പാടല എന്ന് അമരകോശത്തിൽ പറയുന്നു. ഗണ്ഡം എന്നാൽ കവിൾത്തടം. യൗവനം കൊണ്ടും കാമേശ്വരൻ്റെ അനുരാഗം കൊണ്ടും പാടലവർണ്ണമായ, അതായത് ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ കവിൾത്തടങ്ങളോട് കൂടിയവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അത്യാനന്ദത്താൽ പാടലവർണ്ണം പൂണ്ട കവിളിണകളോട് കൂടിയവൾ. അത്യാനന്ദത്താൽ പാടലവർണ്ണം പൂണ്ട കവിളുകളോട് കൂടിയവൾ. കസ്തൂരി കൊണ്ടുള്ള പത്തിക്കീറ്റോടും പാടല പുഷ്പം കൊണ്ടുള്ള കർണാഭരണത്തോടും കൂടിയുള്ള കവിളിണകളോട് കൂടിയവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. പത്തിക്കീറ്റ് എന്നാൽ സ്ത്രീകൾ കവിളിലും മറ്റും സുഗന്ധമുള്ള വർണ്ണവസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന അലങ്കാര രേഖകളും പുള്ളികളും മറ്റുമാണ്. ഇവിടെ ചില വ്യാഖ്യാനങ്ങളിൽ മദം എന്ന പദത്തിന് കസ്തൂരി എന്നുള്ള അർത്ഥമാണ് സ്വീകരിച്ച് കാണുന്നത്. ഇനി നാമം 434 ചന്ദനദ്രവദിഗ്ധാംഗി. ഓം ചന്ദനദ്രവദിഗ്ധാംഗ്യൈ നമഃ. ചന്ദന അധികം ദ്രവ അധികം ദിഗ്ധ അധികം അംഗീ. ചന്ദനദ്രവം എന്നാൽ ചന്ദനക്കൂട്ട്. ദിഗ്ധം എന്നാൽ ലിപ്തമായ, അതായത് ലേപനം ചെയ്യപ്പെട്ട. ചന്ദനദ്രവം കൊണ്ട് ദിഗ്ധങ്ങളായ അംഗങ്ങളുള്ളവൾ. ദേവി ചന്ദനം ചേർത്തുണ്ടാക്കിയ കുറിക്കൂട്ട് അവയവങ്ങളിലെല്ലാം പൂശിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അംഗരാഗം ശരീരത്തിൽ പുരട്ടാറുണ്ടായിരുന്നത് പ്രസിദ്ധമാണ്. വിഷ്ണു സഹസ്രനാമം 740 നാമം ചന്ദനാംഗതി എന്നാണല്ലോ. കുളിർമയ്ക്കും സൗന്ദര്യവർദ്ധനയ്ക്കും വേണ്ടിയാണ് ചന്ദനക്കൂട്ട് പുരട്ടുന്നത്. പൂജാവിധികളിൽ അലങ്കാരത്തിനും ആകർഷണത്തിനും വേണ്ടി ദേവിയെ ചന്ദനച്ചാറ് അണിയിക്കുന്നത് സാധാരണമാണ്. ഇനി നാമം 435 ചാമ്പേയ കുസുമപ്രിയ. ഓം ചാമ്പേയ കുസുമപ്രിയായൈ നമഃ. ചാമ്പേയ അധികം കുസുമ അധികം പ്രിയ. ചാമ്പേയ കുസുമങ്ങളെ പ്രിയമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ വാച്യാർത്ഥം. അതായത് ചെമ്പകപ്പൂക്കൾ ഇഷ്ടമായവൾ. ചെമ്പകപ്പൂവിന് നാഗകേസര പുഷ്പം എന്നും പേരുണ്ട്. 13ാം നാമത്തിൽ ദേവിയുടെ സ്ഥൂലരൂപ വർണ്ണന ആരംഭിച്ചപ്പോൾ തന്നെ ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം മുതലായ പുഷ്പങ്ങളാൽ അലംകൃതമായ കേശഭാരത്തോടു കൂടിയവളെന്ന് നാം കണ്ടു. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ എന്ന നാമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേവിക്ക് ചെമ്പകപ്പൂ അത്യധികം പ്രിയമാണ്. ചെമ്പകപ്പൂ അണിഞ്ഞ് ചന്ദനം ചാർത്തി ഇളം ചുവപ്പ് നിറമുള്ള കവിൾത്തടങ്ങളോടെ തിളങ്ങുന്ന കണ്ണുകളോടെ കാമേശ്വരനോടൊത്തിരിക്കുന്ന നിത്യയുവതിയായ ദേവിയെയാണ് മുൻനാമങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇതെല്ലാം സ്ഥൂല വർണ്ണനയാണ്. ഈ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം നമുക്ക് അവസാനിപ്പിക്കാം. 435 വരെയുള്ള നാമങ്ങൾ കഴിഞ്ഞു. ഇനി 436 മുതലുള്ള നാമങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അതായത് 13ാം തീയതി വെള്ളിയാഴ്ച പറയാം. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദേവിയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.